വിഷു റിലീസായിട്ട് മലയാളത്തിൽ നിന്ന് 3 സിനിമകളാണല്ലോ തിയേറ്ററിൽ എത്തിയത്. ബസൂക്ക, മരണമാസ്, ആലപ്പുഴ ചിങ്കാര എന്നീ സിനിമകൾ 8ാമത്തെ ദിവസത്തിൽ എത്തപ്പെട്ടപ്പോൾ എങ്ങനെയാണ് ബോക്സ് ഓഫീസിൽ പോകുന്നത്, സിനിമകളുടെ കളക്ഷൻ ഇപ്പോൾ എവിടെ ചെന്നെത്തി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടൊവിനോ തോമസ് നിർമ്മിച്ച് ബേസിൽ ജോസഫ് നായകനായി തിയേറ്ററിലെത്തിയ മൂവിയാണല്ലോ മരണമാസ് എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിൻ്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം സ്റ്റഡി ആയിട്ട് നിലനിർത്തി തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. 8ാമത്തെ ദിവസവും ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 1 കോടിക്കടുത്ത് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉറപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സെക്കൻഡ് വീക്കിലേക്ക് എത്തപ്പെട്ട ഈ ഒരു സിനിമയുടെ ഷോയും കാര്യങ്ങളെല്ലാം ആദ്യ വീക്കിൽ എത്രത്തോളം ഷോയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അത്രത്തോളം ഷോയും കാര്യങ്ങളും മരണമാസ് എന്ന് പറയുന്ന ചിത്രത്തിന് സെക്കൻഡ് വീക്കിലും ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് നസ്ലിൻ നായകനായി തിയേറ്ററിലെത്തിയ ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന ചിത്രം വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം മുന്നിൽ കണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സിനിമയ്ക്ക് ഇപ്പോഴും ഓരോ മണിക്കൂറിലും 5000ൻ്റെ അടുത്ത് ടിക്കറ്റ്സുകൾ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആവുന്നു. നസ്ലിൻ എന്ന താരത്തിന് അത്യാവശ്യം കുറച്ച് ഭാഗങ്ങളിലെല്ലാം കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ടെങ്കിലും സിനിമയിലെ എല്ലാ താരങ്ങൾക്കും ഈക്വൽ സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഖാലിദ് റഹ്മാൻ ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുള്ളത്. സിനിമയിലെ നായികയെയും അതോടൊപ്പം തന്നെ ഗണപതി ചെയ്ത കഥാപാത്രത്തെയും സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമായി. നസ്ലിനോടൊപ്പം കയ്യടി നേടിയ താരങ്ങൾ ഇവരൊക്കെയാണ്. വലിയ കളക്ഷൻ ഫിഗറിലേക്ക് എത്തപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു സിനിമ 8ാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. മമ്മൂക്ക മൂവിയായ ബസൂക്കയാണല്ലോ മറ്റൊരു വിഷു ചിത്രമായിട്ട് തിയേറ്ററിൽ എത്തിയത്. ഡീനോ ഡെന്നീസ് സംവിധാനം ചെയ്ത കൊമേഴ്ഷ്യൽ മൂവിയായ ഈ ഒരു ചിത്രവും സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 25 കോടിക്ക് അടുത്തേക്ക് എത്തി നിൽക്കുന്നു. വിഷു റിലീസായി തിയേറ്ററിൽ എത്തിയ ഈ 3 സിനിമകളുടെ 8 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 80 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു വീക്കെൻഡോട് കൂടെ അത് 100 കോടിയിൽ ഇടം പിടിക്കും. മലയാള ഫിലിം ഇൻഡസ്ട്രി വിഷു സിനിമകളിൽ എന്താണോ മുന്നിൽ കണ്ടത് അത്തരത്തിലുള്ള നേട്ടത്തിലേക്ക് ഈ ഒരു 3 സിനിമകളെ കൊണ്ട് എത്തിപ്പിടിക്കാൻ മലയാള സിനിമയ്ക്ക് സാധിച്ചു എന്നതാണ് ശ്രദ്ധേയം. ഈ 3 സിനിമകളിൽ ഏതൊക്കെ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിക്കും, ഏതൊക്കെ മൂവി തിയേറ്ററിൽ പരാജയപ്പെടും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തായാലും 3 ചിത്രങ്ങളും ട്രാക്കിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.